എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് പൗഡർ വെച്ചുള്ള കുറച്ച് ഉപയോഗങ്ങളാണ്. പൗഡറിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് ഉപയോഗിക്കാൻ പേടിയായിട്ട് എവിടെയെങ്കിലും മൂലക്കിടുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് അതുകൊണ്ടുള്ള കുറച്ച് ഉപയോഗങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഡേറ്റ് കഴിഞ്ഞതും അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് കഴിയാത്ത പൗഡറും ഞാനിവിടെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനലായിരിക്കും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ചില സമയത്ത് നമ്മുടെ കല്യാണ മോതിരമൊക്കെ നല്ല ടൈറ്റായിട്ട് കിടക്കും അല്ലേ, ആ സമയത്ത് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടിപ്സാണ്. കല്യാണ മോതിരം മാത്രമല്ല, നിങ്ങൾക്കിപ്പോൾ വളയാണെങ്കിൽ വള വെച്ച് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇവിടെ അല്പം പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും എൻ്റെ റിങ് എത്രത്തോളം ടൈറ്റ് ആണെന്ന്. അപ്പം ഞാനിതാ ഇവിടെ അല്പം പൗഡർ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിങ്ങിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് വിരലിൻ്റെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് നിങ്ങൾക്കൊന്ന് ഊരി കാണിച്ചു തരാം. അപ്പം നിങ്ങൾ ഈ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പൗഡർ ഇല്ലാതെ വീടുകളൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നില്ലേ. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാളെങ്കിലും പൗഡർ ഉപയോഗിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കിത് ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. നോക്കി ഞാൻ എന്ത് എളുപ്പത്തിലാണ് റിങ് അയച്ചെടുത്തതെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു ടിപ്സാണ്. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള വളയൊക്കെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്താണല്ലേ ഉപയോഗിക്കുക. അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നീടത് കുറേ നാൾ ഉപയോഗിക്കാണ്ട് വെച്ച് പിന്നെ അതെടുക്കുമ്പോൾ അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് പോയിട്ട് കാണാം. അതിനുള്ളൊരു ടിപ്സാണ്. അപ്പോൾ ഞാനിതാ വളയിട്ട് വെക്കാനായിട്ട് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ നമ്മളെടുത്തിട്ടുള്ള വളയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് പൗഡറാണ്. അപ്പോൾ ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ വളയിലുണ്ടാകുന്ന ഈർപ്പം തെച്ചും ഇല്ലാതാക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നീട് നമ്മൾ വള ഉപയോഗിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു തുണി വെച്ച് വൈപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളെ വള ഇങ്ങനെ കളറ് മാറുന്നത് ഇല്ലാതാക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പൗഡർ വളയിൽ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് വളയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഞാൻ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഉപയോഗിക്കുന്ന സമയത്തൊന്ന് വൈപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്സിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മാലയാണ്. അപ്പോൾ ഇത് നമ്മൾ കുറേ നാൾക്ക് ശേഷം ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയൊരു പച്ച കളർ അടിച്ചിട്ടുണ്ടാകും. അതില്ലാതാക്കാനായിട്ടുള്ള ടിപ്സാണ്. അപ്പോൾ നമ്മൾ മാല ഇങ്ങനെ ഒരുപാട് നാൾ ഉപയോഗിക്കാതെ വെക്കുന്ന സമയത്ത് ഒരു കോട്ടൻ്റെ തുണിയോ മറ്റോ എടുത്ത് വൈപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഇതാ കുറച്ച് സേഫ്റ്റി പിന്നാണ് എടുത്തിട്ടുള്ളത്. സേഫ്റ്റി പിന്നെ നമ്മൾ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അറ്റത്ത് തുരുമ്പ് വരുന്ന പോലെ ഉണ്ടാവും അല്ലേ, ചെറുതായിട്ട് കളറ് മാറിയിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് പറ്റിയ നല്ലൊരു ടിപ്സാണ്. തുരുമ്പ് കയറിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇന്ന് സേഫ്റ്റി പിന്നെ കുത്താനായിട്ട് വളരെ പാടുപെടും അല്ലേ, ഇതൊന്ന് ഡ്രസ്സിലേക്ക് കയറി കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതിനൊക്കെ നല്ലൊരു ടിപ്സ് തന്നെയാണ് ഇത്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബിൽ, നമ്മൾ ഉപയോഗിക്കാതെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബയിൽ നമ്മൾ ഉപയോഗിച്ച സേഫ്റ്റി പിന്നൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് അല്പം പൗഡർ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുന്നത് കൊണ്ട് നമ്മുടെ സേഫ്റ്റി പിന്നിൽ ഉണ്ടാകുന്ന തുരുമ്പ് വരുന്നത് ഇല്ലാതാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ടിപ്സാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഫൗണ്ടേഷൻ ഉപയോഗിച്ച് പോകാൻ പറ്റണമെന്നില്ല അല്ലേ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഫേസ് വൈറ്റനിങ് ക്രീമും നമ്മുടെ കയ്യിലില്ലെങ്കിൽ ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടിപ്സാണ്. അപ്പോൾ ഞാനിത് അതിനായിട്ട് മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീം തന്നെയാണ്, സിമ്പിളിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനിതാ ഇനി അല്പം പൗഡർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഏത് മോയ്സ്ചറൈസിങ് ക്രീമാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് എടുത്താൽ മതിയാകും. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിതൊരു ക്രീമി ടെക്സ്ചറിലാണ് വേണ്ടത്. അപ്പോൾ ഞാനിതാ കൈയുടെ പുറത്തായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം ചേഞ്ച് ഇടുന്നത് നിങ്ങൾക്ക് എൻ്റെ കൈ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ ഇത് കൂടുതൽ പേർക്കൊന്നും അറിയുന്നുണ്ടാവില്ല, അപ്പോൾ അറിയാത്തവർക്കായിട്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്സ് ഉറപ്പായും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ ഞാനിത് ക്യാമറയുടെ അടുത്തായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം.
ഈ ടിപ്സ് നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോറടിപ്പിക്കാതെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. അടുത്തതായിട്ട് എക്സ്പയറി കഴിഞ്ഞ പൗഡർ വെച്ചുള്ളൊരു ചെറിയൊരു ടിപ്സാണ്. അപ്പോൾ ഞാനിത് ഇവിടെ അല്പം വെള്ളം എടുത്തിട്ടുണ്ട്. ഞാനിനി അതിലേക്ക് നമ്മൾ എക്സ്പയറി കഴിഞ്ഞെന്ന് പറഞ്ഞ പൗഡർ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. എക്സ്പയറി കഴിഞ്ഞതല്ല ഇത്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറയുന്നതാണ് കേട്ടോ. ഇത് എക്സ്പയറി കഴിഞ്ഞ പൗഡർ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മോപ്പ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള വെള്ളത്തിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ വെള്ളം ഉപയോഗിച്ച് മോപ്പ് ചെയ്യുന്നതാണെങ്കിൽ നഖം മൊത്തം നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. ഈ പൗഡറിൻ്റെ അതേ സ്മെല്ലിരിക്കും. അപ്പം ഇത് നല്ലൊരു ടിപ്സാണ്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ബോറടിപ്പിക്കാതെ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. മലയിൽ വെക്കുന്ന ഡ്രസ്സ് കുറേ നാൾ ഉപയോഗിക്കാതിരുന്നാൽ ചെറിയൊരു ബാഡ് സ്മെല്ല് വരും. അപ്പോൾ അതില്ലാതാക്കാനായിട്ട് നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഞാനിത് ഇവിടെ എക്സ്പയറി കഴിഞ്ഞ പൗഡർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു ചെറിയൊരു ടവൽ എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ആ പൗഡർ ഈ ടവലിലേക്ക് അല്പം തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ഡ്രസ്സിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് കളയാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഞാനിതാ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് എല്ലായിടത്തും മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതാ നമ്മുടെ ഷെൽഫിൻ്റെ ഒരു സൈഡിലായിട്ട് ഡ്രസ്സൊക്കെ വെക്കുന്നതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടിപ്സാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോറടിപ്പിക്കാതെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മിററൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുതായിട്ട് പൊടിയൊക്കെ നമ്മൾ കൈ പിടിച്ചതിൻ്റെയും പൊടിയൊക്കെ ചെന്നിട്ട് ചെറുതൊരു മങ്ങിച്ച പോലെ ഉണ്ടാവും. അതില്ലാതാക്കാനായിട്ട് നമ്മൾ പൗഡർ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതിയാകും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ടിഷ്യൂ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോട്ടനോ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് കിടക്കും. മിറർ ക്ലീൻ ചെയ്യാൻ ഇതിനേക്കാളും എളുപ്പ വഴിയുള്ള ടിപ്സൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ എക്സ്പയറി കഴിഞ്ഞ പൗഡർ കളയുന്നതിനേക്കാളും നല്ല ഇതുപോലുള്ള ടിപ്സിനൊക്കെ ഉപകാരപ്പെടുത്തുന്നത് നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ മിറർ ഇത് ഇവിടെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ടിപ്സ് നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബോറടിപ്പിക്കാതെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. ചില സമയങ്ങളിൽ നമ്മുടെ ഹെയറിൽ നന്നായിട്ട് എണ്ണ ഇരിക്കുന്ന സമയത്തായിരിക്കും പുറത്തേക്ക് പോകേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാവുക. ആ സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഞാനിത് അല്പം പൗഡർ എടുത്തിട്ട് ഹെയറിൻ്റെ മുൻവശത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡെയിലി ഒന്നും ചെയ്യാൻ പാടില്ല, നമ്മുടെ ഹെയറിന് അത്ര നല്ലതല്ല. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഹെയറിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതാ ഹെയർ ഒന്ന് നന്നായിട്ട് കോംബ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊക്കെ എവിടെയെങ്കിലും പെട്ടെന്ന് പോകേണ്ട വന്നാൽ ഇതുപോലെയാണ് ചെയ്യാറ്. ഞാൻ ചില സമയത്ത് ഹെയർ നന്നായിട്ട് ഓയിലിടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നാണ് എനിക്ക് ഇതുപോലെ പുറത്തേക്ക് പോകേണ്ടി വരും. ആ സമയത്ത് ഇത് ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്പെടുന്നു കരുതുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. പിന്നീടുള്ള ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ടോയ്ലറ്റിൻ്റെ വെളിയിലിടുന്ന മാറ്റിന് ചെറിയൊരു ബാഡ് സ്മെൽ ഉണ്ടാവില്ലേ, അതില്ലാതാക്കാനായിട്ട് ഇതുപോലെ എക്സ്പയറി കഴിഞ്ഞ പൗഡർ ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡിലിടണം കേട്ടോ. അതിന് ശേഷം ഒന്ന് നമ്മൾ കാല് വെച്ചൊന്ന് എല്ലാ സ്ഥലത്തും ആകി കൊടുക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തിടണം, താഴെയും അതുപോലെ തന്നെ അടിഭാഗത്തേക്കും മറിച്ചിട്ടതിന് ശേഷം അടിഭാഗത്ത് ഒന്നിട്ട് കൊടുക്കണം. ഞാനിത് അടിഭാഗത്ത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ മാറ്റിലുണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ല് കളയാനായിട്ട് പറ്റും കേട്ടോ. ഏറ്റവും കൂടുതൽ നേരിടുന്നത് മഴക്കാലത്താണല്ലേ. മഴക്കാലത്താണ് എല്ലാ സമയത്തും നമ്മുടെ മാറ്റൊക്കെ നന്നായിട്ട് വെറ്റായിട്ടിരിക്കുന്നത്. ആ സമയത്താണ് ബാഡ് സ്മെല്ല് ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഷോക്സിൽ ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാകും, അതില്ലാതാക്കാനുള്ളൊരു നല്ലൊരു ടിപ്സാണ്. അപ്പോൾ ഞാനിത് എക്സ്പയറി കഴിഞ്ഞ പൗഡർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഷോക്സിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉൾഭാഗത്തും അതിന് ശേഷം ഞാൻ നേരെ തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ പുറം വശത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാലിൽ ഷോക്സ് ഇട്ടതിന് ശേഷം കാലിലുണ്ടാകുന്ന ബാഡ് സ്മെല്ലില്ലാതാക്കാനായിട്ട് നല്ലത്. അപ്പം നമുക്ക് ഇത് ബ്ലാക്ക് കളറൊക്കെ ആവുമ്പോൾ ഇതിലിരുന്നിട്ട് വേറൊരു കളർ ചേഞ്ച് ഉണ്ടാവുമെന്ന്, ചെറിയൊരു നരച്ചതുപോലെ ഉണ്ടാവുമെന്ന് പേടിയുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് നന്നായിട്ട് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള പൗഡറൊക്കെ നന്നായിട്ട് പോയിക്കോളും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടൊരു വീഡിയോ ആണെന്ന് കരുതുന്നു. പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത ടിപ്സിലേക്ക് കടക്കാം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഷൂസിൽ ഉണ്ടാവുന്ന ബാഡ് സ്മെല്ല് കളയാനുള്ളൊരു ടിപ്സാണ്. അപ്പോൾ ഞാനിത് അല്പം പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഷൂസിൻ്റെ ഉള്ളിലേക്കാണ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഷൂസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇട്ട് വെക്കുന്നത് കൊണ്ട് നമ്മുടെ ഷൂസിൽ ഉണ്ടാകുന്ന ബാഡ് സ്മെല്ല് ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് കേട്ടോ.
അപ്പോൾ ഈ ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. നിങ്ങൾ കുറേ നാൾ ഷൂസ് എടുക്കാതെ വെക്കുകയാണെങ്കിൽ, ഇതുപോലെ പൗഡർ ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നീട് എടുക്കുമ്പോൾ ഷൂസ് നല്ലൊരു സ്മെല്ലുണ്ടാകും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ബോറടിപ്പിക്കാതെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. അപ്പോൾ പൗഡർ കൊണ്ട് വേറെയുള്ളൊരു ടിപ്സ് എന്ന് പറയുന്നത് ഇതുപോലെ ഉറുമ്പിനെ ഓടിക്കാൻ ഏറ്റവും നല്ല പരിപാടിയാണ് ഈ പൗഡർ എന്ന് പറയുന്നത്. പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉറുമ്പ് പോകുന്നത് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉറപ്പായും ഉപകാരപ്പെടുന്നു കരുതുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ടിപ്സിലേക്ക് കടക്കാം. അടുത്ത ടിപ്സ് എന്ന് പറയുന്നത്, കുട്ടികളൊക്കെയുള്ള വീടാണെങ്കിൽ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ റൂമിൽ മൊത്തം ഒരു ബാഡ് സ്മെല്ല് ഇരിക്കുന്നുണ്ടാവും. അതില്ലാതാക്കാനായിട്ട് ഇതുപോലെ പില്ലോൻ്റെ അടിയിലായിട്ട് അല്പം പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൂമിലുണ്ടാകുന്ന ബാഡ് സ്മെല്ല് ഒഴിവാക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ പൗഡർ വെച്ച് പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതുവരെ ടാറ്റ ബൈ, സീ യു.